ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇനി പുതിയ നിബന്ധനകൾ ബാധകമാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. പൗരത്വ ചട്ടങ്ങൾ 2009 ഭേദഗതി വരുത്തിയാണ് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ചട്ടപ്രകാരം ഇന്ത്യയിലെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് തങ്ങളുടെ സ്വന്തം രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് നൽകിയ പാസ്പോർട്ട് വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തണം. അപേക്ഷകന്റെ കൈവശം ഇപ്പോഴും സാധുവായ പാസ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് ഉണ്ടോ എന്നതും വ്യക്തമാക്കേണ്ടതായിരിക്കും. സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നതനുസരിച്ച് അപേക്ഷകന്റെ കൈവശം സജീവമായി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ വിവരങ്ങളും കൃത്യമായി സമർപ്പിക്കണം. പാസ്പോർട്ട് നമ്പർ, അത് നൽകിയ തീയതി, നൽകിയ സ്ഥലം, കാലാവധി അവസാനിക്കുന്ന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. ഇതിലൂടെ അപേക്ഷകന്റെ തിരിച്ചറിയലും മുൻപത്തെ പൗരത്വ വിവരങ്ങളും വ്യക്തമായി പരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന നിബന്ധനയും പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വത്തിന് അംഗീകാരം ലഭിച്ചാൽ അപേക്ഷകൻ തന്റെ പാസ്പോർട്ട് 15 ദിവസത്തിനകം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറണം. സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റിനായിരിക്കും ഇത് സമർപ്പിക്കേണ്ടത്. സാധുവായ പാസ്പോർട്ട് ആയാലും കാലാവധി കഴിഞ്ഞതായാലും അത് കൈമാറേണ്ടതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. അതിനു പുറമെ അപേക്ഷകർ ഒരു സത്യപ്രസ്താവനയും നൽകേണ്ടതുണ്ട്. പൗരത്വം ലഭിച്ചതിനു ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ പാസ്പോർട്ട് സമർപ്പിക്കുമെന്ന് എഴുത്തുപൂർവ്വം ഉറപ്പ് നൽകേണ്ടി വരും. ഈ നടപടികൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷമേ അപേക്ഷകന്റെ തുടർ നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂ. പുതിയ ഭേദഗതി പൗരത്വ ചട്ടങ്ങളിലെ ഷെഡ്യൂൾ ഐസിക്ക് ശേഷമായിരിക്കും ചേർക്കുക. പ്രധാനമായും ഹിന്ദു, സിഖ്, ബുദ്ധ, ജെയിൻ, പാഴ്സി, ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ സ്വദേശികളായിരിക്കും ഇത് ബാധകമാകുക. ഇന്ത്യയിൽ പൗരത്വം നേടുന്ന ഈ വിഭാഗം ആളുകൾക്ക് ഇനി മുതൽ പുതിയ നിയമങ്ങൾ പാലിക്കേണ്ടി വരും. ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരത്വ ഭേദഗതി നിയമം 2019 വലിയ പ്രാധാന്യമുണ്ട്. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം നേരിട്ടതായി പറയപ്പെടുന്ന മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് വഴി തുറന്നു കൊടുത്തിരുന്നു. ഈ നിയമപ്രകാരം ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജെയിൻ മതക്കാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷിക്കാനുള്ള അവസരം ലഭിച്ചത്. എന്നാൽ ഇതിനായി ചില നിബന്ധനകളും ഉണ്ടായിരുന്നു. പ്രധാനമായും 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയിരിക്കണം എന്നാണ് അതിൽ പ്രധാനപ്പെട്ടത്. രേഖകളില്ലാതെ ഇന്ത്യയിൽ എത്തിയവർക്കും ഈ നിയമം ആശ്വാസമായി മാറിയിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഭേദഗതി വഴി അപേക്ഷകരുടെ പഴയ പൗരത്വ വിവരങ്ങളും യാത്രാരേഖകളും കൂടുതൽ വ്യക്തമായി പരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. രാജ്യസുരക്ഷയും നിയമപരമായ പരിശോധനകളും കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. അതേസമയം പുതിയ ചട്ടങ്ങൾ ചിലർക്കിടയിൽ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് പഴയ രേഖകൾ കണ്ടെത്താനും സമർപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ചിലരുടെ അഭിപ്രായം. പലർക്കും പഴയ പാസ്പോർട്ടുകൾ നഷ്ടമായിരിക്കാം. ചിലർക്ക് യുദ്ധം, കലാപം, മതപീഡനം തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നതുകൊണ്ട് രേഖകൾ കൈവശം സൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മറുവശത്ത് പൗരത്വ നടപടികൾ കൂടുതൽ സുതാര്യവും ക്രമബദ്ധവുമായി നടത്താനാണ് പുതിയ വ്യവസ്ഥകൾ സഹായകരമാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അപേക്ഷകരുടെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനും വ്യാജരേഖകൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനും ഇതിലൂടെ എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ പൗരത്വവും നേടുന്ന ആയിരക്കണക്കിന് ആളുകളെ ഈ പുതിയ തീരുമാനം ബാധിക്കാനിടയുണ്ട്. ഇനി മുതൽ അപേക്ഷ നൽകുന്നവർക്ക് പാസ്പോർട്ട് വിവരങ്ങൾ വളരെ ശ്രദ്ധയോടെ സമർപ്പിക്കേണ്ടി വരും. കൂടാതെ പൗരത്വം ലഭിച്ച ശേഷമുള്ള നടപടികളും കൃത്യമായി പാലിക്കണം. പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന വിഷയങ്ങളാണ്. പുതിയ ഭേദഗതിയും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി അപേക്ഷകൾ പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.